കാന്തപുരം ഉസ്താദിൻ്റെ നാട്ടുദർസ് ഇന്ന് എല്ലാ ഏരിയകളിലും എല്ലാ യൂണിറ്റിലും ഇന്ന് നടക്കുകയാണ്. 63 വർഷം മുമ്പ് ബാഖിയാത്ത് സാലിയാത്തിൽ നിന്ന് ഉസ്താദ് വന്ന് മങ്ങാട്ട് ദർസ് കൊടുക്കുമ്പോൾ 16 വിദേശ കുട്ടികളുമായിട്ട് ഉസ്താദ് ഇവിടെ നാട്ടിൽ വന്നു. അതോടൊപ്പം തന്നെ 74 നാട്ടു ദർസിലുള്ള കുട്ടികൾ ഉസ്താദിൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നാട്ടുകുട്ടിയായിട്ട് ചെറുപ്രായത്തിലുണ്ടായിരുന്ന ആളുകളാണ് നമ്മുടെ KK ഉസ്താദ് കട്ടിപ്പാറയും TK അബൂബക്കർ മാഷും ഒക്കെ. ഈ മങ്ങാട് എന്ന പ്രദേശം മഹാനരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകൾ 1964 വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്ത് മങ്ങാട് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് ദർസ് ആരംഭിക്കുന്നത്. മഹാനരായ AP ഉസ്താദിന്റെ ഉസ്താദും ഷെയ്ഖുൽ ഹദീസുമായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് മഹാനവർകളാണ് അന്നത്തെ ദിവസം ജുമാ നിസ്കാരത്തിന്റെ ശേഷം സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഓതിക്കൊടുത്തുകൊണ്ട് ഇവിടെ ദർസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് 12 വയസ്സാ പ്രായമുള്ളത്. അപ്പൊ മുമ്പിലൊന്നും ഇരിക്കാനുള്ള യോഗ്യതയില്ല, അതിനൊരു ചാൻസും ഇല്ല. പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങൾ അന്നത്തെ ഈ ദർസിൽ ഉണ്ടായിരുന്നു. ഇന്ന് പലരും വഫാത്തായി പോയി. ബഹുമാനപ്പെട്ട പാറന്നൂർ അഹമ്മദ് കോയ മുസ്ലിയാർ, അതുപോലെ C അബ്ദുള്ള മുസ്ലിയാർ ചെറുകോട്, ബഹുമാനപ്പെട്ട അണ്ടോണ മുഹീദ്ദീൻ മുസ്ലിയാർ, ചെറിയ AP ഉസ്താദ്, UP അബൂബക്കർ മുസ്ലിയാർ, എനിക്ക് ഓതി തരാൻ വേണ്ടി UP ഉസ്താദിനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഏൽപ്പിച്ചു. അവരൊക്കെ മൺമറഞ്ഞു പോയി. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദർസിൽ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മുത്തഅല്ലിമീങ്ങളുടെ കൈ പിടിച്ചിട്ട് നാട്ടുകാരിൽ ഓരോരുത്തരുടെ കയ്യിൽ ഉസ്താദ് ഏൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളുടെ കൈ പിടിച്ച് അൻസാരികളിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അതേ അനുഭവമാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വാപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ബഹുമാനപ്പെട്ട കഫാല C ഉസ്താദിന്റെ ജ്യേഷ്ഠനായിരുന്ന C അബ്ദുള്ള മുസ്ലിയാരാണ്. അദ്ദേഹം വഫാത്തായി പോയി. താഴെ പാറമ്മൽ ഇരുന്നിട്ട് ജനങ്ങളിങ്ങനെ സ്പോർട്സ് ന്യൂസൊക്കെ കേട്ട് ബഹളവും കൂക്കുവിളിയൊക്കെ ഉണ്ടാക്കി. ഒരു ദിവസം ഉസ്താദ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചൂരലും എടുത്തിട്ട് അങ്ങോട്ട് പോയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദിനെ കണ്ടപ്പോഴേക്ക് എല്ലാവരും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതെ, ഇങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾക്ക് ഉസ്താദിന് ഒരു വേദിയായ നാടാണ് ഈ മങ്ങാട്. അതിനുശേഷം 5 വർഷം ഞാനിവിടെ ഉണ്ടായിട്ടുള്ളൂ. 69 നിന്ന് കട്ടിപ്പാറയിലേക്ക് ഞങ്ങൾ കുടിയേറി പോയി കുടുംബസമേതം. ഉസ്താദിന്റെ അറിവ് എത്രത്തോളമെന്ന് അളക്കാൻ നമുക്ക് കഴിയാത്ത വിധം എല്ലാ പണ്ഡിതന്മാരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഉസ്താദിന്റെ ഈ സുഫ റസൂലുള്ളാഹിന്റെ ദർസിനെ ഓർമ്മിപ്പിക്കുന്ന പേരാസു. ഉസ്താദ് വഴി അള്ളാഹുവിന്റെ ഹബീബ് വരെ എത്തുന്ന നമ്മുടെ സനദ് ആയി അത് മാറും. അതുകൊണ്ട് എല്ലാവരും 30 ദർസിൽ പങ്കെടുത്ത് ഉസ്താദിന്റെ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വല്യാപ്പയും വല്യമ്മയടക്കം, അതുപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിച്ച മമ്മി മുസ്ലിയാർ എന്നെ വല്യാപ്പ, അതുപോലെ ഉസ്താദിന്റെ ഉപ്പയായ അഹമ്മദ് ഹാജി അടക്കമുള്ള എത്രയോ മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ ദർസും നമ്മുടെ ഈ സ്ഥാപനവും ഈ നാട്ടിലെ ദീനിന്റെ ഐശ്വര്യവും എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ.